Hello, welcome to my new video. അപ്പോൾ നമുക്ക് 2025 ജർമ്മനിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം കേട്ടോ. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടാക്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. ടാക്സിന് എമൗണ്ട് എന്ന് പറയുന്നത് 12,084 യൂറോ ആയിട്ട് വർദ്ധിക്കുവാണ്. അത് മിനിമം വേജസ് എന്ന് പറയുന്നത് 12,41 യൂറോ എന്ന് 12,82 യൂറോ ആയിട്ട് വർദ്ധിക്കും. ഇത് മിനി ജോബ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? മിനി ജോബ് ചെയ്യുന്നവർ ഏൺ ചെയ്യുന്നത് 12,41 യൂറോയാണ്. മിനി ജോബ് ചെയ്യുന്നവർ ഇയർലി ഏൺ ചെയ്യുന്നത് 12,84 യൂറോയാണ്. അപ്പോൾ അവർക്ക് ആ എമൗണ്ടിന് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല. അതായത് പെർ സ്റ്റുണ്ടയിൽ വരുന്ന മിനിമം ചാർജിൻ്റെ വർധന ഉള്ളത് കൊണ്ടാണ് അവർക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരാത്തത്. അപ്പോൾ മിനി ജോബ് ചെയ്യുന്നവർക്ക് 2025 ടാക്സിൽ വന്നുള്ള ചേഞ്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതിന് മുകളിൽ ഏൺ ചെയ്യുന്നവരാണെങ്കിൽ 2024 നമുക്ക് അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് എന്ന് പറയുന്നത് 66,761 ആയിരുന്നെങ്കിൽ 2025 അത് 68,430 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് വർദ്ധിച്ചേക്കുവാണ്. അതായത് 11,87% ഇൻക്രീസ് ചെയ്തു. പെൻഷൻ പേയ്മെൻ്റ് എന്ന് പറയുന്നത് 6,62% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പെൻഷൻ ഏൺ ചെയ്യുന്നവർക്കാണെങ്കിൽ 3% മാത്രമാണ് കിട്ടുന്നുള്ളൂ എന്നുള്ളത് വേറൊരു സത്യമാണ് കേട്ടോ. മൂന്നാമതായിട്ട് വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നതാണ് കിൻഡർ ഗിൽഡിൽ. ഇവിടുത്തെ കുട്ടികൾക്ക് കിൻഡർ ഗിൽഡ് കിട്ടുന്നുണ്ട്. അത് 250 യൂറോ നിന്ന് 255 യൂറോ ആയിട്ട് 2025 വർദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് മാറ്റം വന്നിരിക്കുന്നത് ഇവിടുത്തെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ്. അതായത് നമുക്ക് ജർമ്മനിയിൽ ട്രാവൽ ചെയ്യാനായിട്ടുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നു. അത് നമുക്ക് 2024 49 യൂറോയ്ക്കാണ് കിട്ടിയിരുന്നെങ്കിൽ 2025 നമ്മൾ 58 യൂറോയ്ക്കാണ് ഈ ടിക്കറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റുഡൻസിനാണെങ്കിലും ഈ ടിക്കറ്റ് ചേഞ്ച് ബാധിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റുഡൻസ് 29 യൂറോ ആണ് ടിക്കറ്റിന് പേയ്മെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ 2025 തൊട്ട് 38 യൂറോയാണ് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പെട്രോളിനാണെങ്കിലും 4 to 5 സെൻറ്റ് 2025 എമൗണ്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് ഫെബ്രുവരി കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ 2025 ഫെബ്രുവരിയിൽ ഇവിടെ ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം മാറ്റങ്ങൾ പലതും വരാമെന്നുള്ളത്. അത് നമുക്ക് നല്ല മാറ്റങ്ങളായിരിക്കും തന്നെ നമുക്ക് വിചാരിക്കാം, വിശ്വസിക്കാം. ഇനി ഒരു ചെറിയ ഇൻഫർമേഷൻ കൂടെ പറയാം കേട്ടോ. നോൺ EU ആയിട്ടുള്ള സ്റ്റുഡൻസ് ബവേറിയ സ്റ്റേറ്റിലോട്ട് പഠിക്കാനായിട്ട് വരുവാണെങ്കിൽ, യൂണിവേഴ്സിറ്റിയിലോട്ട് വരുവാണെങ്കിൽ അവർ ട്യൂഷൻ ഫീ മസ്റ്റായിട്ടും അടയ്ക്കണം കേട്ടോ. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിലൊന്നും ഈ ലോ നിർബന്ധമാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ 11,094 യൂറോ മസ്റ്റായിട്ടും ഒരു സ്റ്റുഡൻറ്റ് അക്കൗണ്ടിൽ കാണിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കും. ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.